ദേവലക്ഷ്മി ഭാഗം 15. മമ്മിയെ കൂട്ടാൻ ജിത്തു വരും എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഡാ, നീ മമ്മിയെ കൂട്ടി വീട്ടിലേക്ക് പോകണം. അവിടെ നീ ഉണ്ടാവണം ഞങ്ങൾ വരുന്നത് വരെ. ഗിരിയും കൂട്ടരും ഗൗരിയെ തപ്പി ഇവിടെ വന്നു എന്നൊരു തോന്നൽ എന്ന് ആദി ജിത്തുവിനോടായി പറഞ്ഞു. ശേഷം ജിത്തു പോയി. നിത്യ ആൻറ്റിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. നിത്യ ജിത്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. സാധാരണ കലപില എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെക്കനാ. ഡാ ജിത്തു, നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല ആൻറ്റി. എന്താ ചോദിച്ചേ? അല്ല, നിനക്ക് എന്തോ ഒരു മാറ്റം പോലെ, അതാ ചോദിച്ചത്. ഏയ് ഒന്നുമില്ല. ആദ്യ 2 ദിവസം കാണാൻ പറ്റില്ലല്ലോ, അതാ. എന്നാ പിന്നെ നിനക്കും പോയിക്കൂടായിരുന്നോ അവരുടെ കൂടെ? അവൻ എന്നെ വലിയ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടാ പോയത്. അവൻ വരുന്നത് വരെ അവൻ്റെ പെണ്ണിനെയും കുട്ടികളുടെയും സുരക്ഷിതത്വം. ആൻറ്റിക്കറിയില്ലേ, ഗൗരിയുടെ ശത്രുക്കൾ അവൾ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഇതേ സമയം ഗൗരിയുടെ ടെൻഷൻ കണ്ടു നീതു ചോദിച്ചു, എന്തു പറ്റു ഗൗരി നിനക്ക്? അത് നീതു ദേവേട്ടൻ ടെൻഷനോടെ സ്റ്റെപ്പ് ഇറങ്ങി ഓടുന്നത് കണ്ടു. ഞാൻ ചെന്നപ്പോഴേക്കും പോവുകയും ചെയ്തു. എനിക്ക് ചുറ്റും ശത്രുക്കളാ. ആർക്കോ എന്തോ അപകടം സംഭവിച്ചു എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. നീയൊന്ന് പോയേ ഗൗരി. അവരൊക്കെ ബിസിനസ്സുകാരാ. അവർക്ക് ഓരോ മിനിറ്റും വിലപ്പെട്ടതാ. എവിടെയെങ്കിലും എമർജൻസിയായി പോകേണ്ടി വന്നാൽ ഓടിയും ചാടിയും ഒക്കെ പോയിരുന്നിരിക്കും. നീ ഒന്ന് ആലോചിച്ചേ ഗൗരി. നമ്മൾ ഡോക്ടേഴ്സാണ്. നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും എമർജൻസി വന്നാൽ നമ്മൾ സമയം പോലും നോക്കാതെ പോവാറില്ലേ? അതുപോലെയുള്ള ഇതും. ഓരോരുത്തർക്കും അവരവരുടെ പ്രൊഫഷനോട് ഒരു പാഷൻ ഉണ്ടാകും. ചുമ്മാതെ എന്തൊരു കാര്യം വന്നാലും നെഗറ്റീവായി ചിന്തിക്കാതെ ഗൗരി. നീ പോയി അവിയലിനൊന്ന് അരിയാൻ നോക്ക്, ചെല്ല് എന്ന് പറഞ്ഞ് ഗൗരിയെ നീതു അടുക്കളയിലേക്ക് തള്ളിവിട്ടു. അപ്പോഴാണ് പുറത്തു നിന്നും ഒരു കാറ് വന്നതിൻ്റെ ശബ്ദം കേട്ടത്. ദേവേട്ടനാകും എന്ന് പറഞ്ഞ് ഗൗരി പുറത്തേക്കോടി. ഇത് കണ്ട് ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് നീതു അവളുടെ പുറത്തേക്ക് പോയി. എന്നാൽ കാറിൽ നിന്നും ഇറങ്ങി വന്നത് ജിത്തുവും ആൻറ്റിയുമായിരുന്നു. ഗൗരി നിരാശ പുറത്തു കാണിക്കാതെ അവരെ നോക്കി പുഞ്ചിരിച്ചു. ശേഷം അങ്കിൾ എന്തേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആൻറ്റി പറഞ്ഞത്, അങ്കിളിനും ആദിക്കും അത്യാവശ്യമായി ദുബായ് വരെ പോകണമത്രേ. ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന്. 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്നും. ഇത് കേട്ട് ഗൗരിക്ക് വല്ലാത്ത വിഷമം വന്നു. എന്നാലും എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അല്ലേലും എന്നോട് പറയുന്നത് എന്തിനാ? ഞാൻ ആരാ ദേവേട്ടൻ്റെ? മറുപടിയും അവൾ സ്വയം കണ്ടെത്തി. എന്നാൽ അവൾ അറിഞ്ഞില്ല, അവൾക്കും കുട്ടികൾക്കും കാവലായി ജിത്തുവിനെ നിർത്തിയിട്ടാണ് അവളുടെ ദേവേട്ടൻ ഹോസ്പിറ്റലിൽ അവൻ്റെ ഡാഡിക്ക് കൂട്ടുനിൽക്കുന്നതെന്ന്. ഇതിനിടയിൽ നമ്മുടെ ജിത്തുവും കുട്ടികളുമായി കൂട്ടായിരുന്നു കേട്ടോ. അവൻ ജിത്തുമാമ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ കുട്ടികൾ അത് തുത്തുമാമ എന്നാക്കി. ജിത്തുവിൻ്റെ മൗനം കണ്ട് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട് എന്ന് നീതുവിന് മനസ്സിലായി. ഡോ തുത്തുമാമ, എന്താ ഇയാൾ ഇങ്ങനെ സൈലൻ്റായിരിക്കുന്നേ? അതിന് അവൻ ഒന്ന് പുഞ്ചിരിച്ചതേയുള്ളൂ. ശേഷം നീതു ഗൗരവത്തിൽ ചോദിച്ചു, തനിക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തനിക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം എൻ്റേത് ഗൗരിയുടേത് പോലെയുള്ള ലോലഹൃദയമൊന്നുമല്ല. തനിക്കറിയുവോ, ഞാൻ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റാ. കുംഫു, കളരി ഒക്കെ എനിക്കറിയാം. പിന്നെ ബോക്സിങ്ങും കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഗൗരിയുടെ കൂടെ വന്നത് തന്നെ എൻ്റെ ഗൗരിയെ എന്നെക്കൊണ്ടാവുന്നത് പോലെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കാനാ. അവളുടെയും കുട്ടികളുടെയും പേഴ്സണൽ ഗാർഡ്. തനിക്കറിയുവോ, എനിക്ക് എൻ്റെ കുട്ടൂസുകളെ പിരിഞ്ഞിരിക്കാനേ കഴിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ ഗൗരിക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ ജീവൻ കൊടുത്തായാലും ഞാൻ അവരെ രക്ഷിക്കും എന്ന് നീതു പറഞ്ഞു. ഇത് കേട്ട് ജിത്തു ദേഷ്യത്തിൽ പറഞ്ഞു, അതൊന്നും വേണ്ട. അവളെ രക്ഷിക്കാനായി ജനിച്ച ഒരുവനുണ്ട്. അവൻ നോക്കിക്കോളും അവന്മാരുടെ കാര്യം. ഇന്ന് അവന് കുറേ സർപ്രൈസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ജിത്തു പറഞ്ഞു. ആ ആള് ഗൗരിയുടെ ദേവേട്ടനാണെന്ന് എനിക്ക് മനസ്സിലായി.
പിന്നെ എന്താ ഇന്ന് സംഭവിച്ചത്? എന്തോ സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലായി. അത് ഒന്നുമില്ല. താനൊന്ന് പോകുന്നുണ്ടോ? ഈ നീതു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് നടത്താതെ പോവില്ലല്ലോ മാഷേ. അതുകൊണ്ട് എൻ്റെ കുട്ടൂസുകളുടെ തുത്തുമാമ പറയുന്നുണ്ടോ അതോ ഞാൻ ആൻറ്റിയെ കൊണ്ട് ചോദിപ്പിക്കണോ? വേണ്ട വേണ്ട, ഞാൻ പറയാം. തൽക്കാലം ഇവിടെ ആരും അറിയരുത്. അങ്കിളും ആദ്യം ബിസിനസ് ട്രിപ്പിനൊന്നും പോയതല്ല. അങ്കിളിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഹോസ്പിറ്റലിൽ ആണ്. അത്ര സീരിയസ് ഒന്നുമല്ല. കാലിന് ഫ്രാക്ചറുണ്ട്, തലയ്ക്ക് മുറിവുമുണ്ട്. എന്നാൽ ഇതറിഞ്ഞാൽ ആൻറ്റിക്കും ഗൗരിക്കും സഹിക്കാൻ കഴിയില്ല. ആദി പറയുന്നത് ഗൗരിയുടെ ശത്രുക്കൾ അവളെ തേടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനു ചുറ്റും ടൈറ്റ് സെക്യൂരിറ്റിയാണ് ആദി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവൻ തിരിച്ചു വരുന്നതുവരെ ഞാനും ഇവിടെ തന്നെ ഉണ്ടാകും. അവർക്കൊരു പോറൽ പോലും ഉണ്ടാകാതെ നോക്കും ഞാൻ എന്നു ജിത്തു പറഞ്ഞു നിർത്തിയപ്പോൾ നീതു ചാടിക്കയറി പറഞ്ഞു, അല്ല നമ്മൾ. ഇതേ സമയം ശങ്കറിനെ ICUവിൽ നിന്നും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. ആദിക്ക് അവൻ്റെ ഡാഡിയുടെ അവസ്ഥ കണ്ട് അതിന് കാരണക്കാരായവരെ ചുട്ടുകൊല്ലാനുള്ള അഗ്നി അവനിൽ നിറഞ്ഞു. ശേഷം കണ്ണുകൾ ഇറുക്കി അടച്ച് അവൻ സ്വയം ശാന്തമാക്കിയതിനു ശേഷം ശങ്കറിനോട് ചോദിച്ചു, ഡാഡി, കള്ളം പറയാൻ നിൽക്കണ്ട. ആരുടെ പണിയാണെന്നും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നും ഡാഡിക്ക് നേരത്തെ അറിയാമായിരുന്നു അല്ലേ? ഇനി പറ, എന്താ ഉണ്ടായത്? ശേഷം ശങ്കർ പറഞ്ഞു തുടങ്ങി. നമ്മൾ അമ്പലത്തിൽ കയറിയ പുറകെ എനിക്കൊരു കോൾ വന്ന് ഞാൻ പുറത്തിറങ്ങിയത് ഓർമ്മയില്ലേ? അത് ഗൗരിയുടെ മുത്തശ്ശൻ്റെ കോളായിരുന്നു. റേഞ്ചിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെയാ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോഴാണ് ഒരാൾ നീ വന്ന കാറിൻ്റെ നമ്പരും കാറിൻ്റെ കളറും മോഡലുമൊക്കെ ആർക്കോ ഫോണിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടത്. അമ്പലത്തിൽ നിന്നും തിരിച്ചു വരുന്ന വഴിയിൽ നിങ്ങൾ ഉണ്ടാവണം. അധികം ശക്തിയിൽ ഇടിക്കണ്ട, കാരണം ആ പെൺകുട്ടിയെ ജീവനോടെ വേണമെന്നാ സാർ പറഞ്ഞത്. ഞങ്ങളും നാട്ടുകാരുടെ കൂടെ അവിടെ കാണും. ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവളെ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അയാൾ വണ്ടിയിൽ കയറിപ്പോയി. ഇതൊക്കെ കേട്ട ഷോക്കിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ ഫോൺ വീണ്ടും ബെല്ലടിച്ചത്. അദ്ദേഹം ആദ്യം ചോദിച്ചത് ഗൗരിമോൾ സേഫാണോ എന്നായിരുന്നു. മോൾ സേഫാണച്ചാ, കുഴപ്പമൊന്നുമില്ല എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. അപ്പോഴാണ് മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നും ഫോൺ അമ്മു വാങ്ങിയത്. ഗൗരി എല്ലാം പറഞ്ഞു കാണുമെന്നറിയാം. എന്നെ വിശ്വസിക്കുന്നില്ല എന്നെനിക്കറിയാം. എന്നാൽ അങ്കിൾ വിശ്വസിച്ചേ മതിയാവൂ. ഗൗരിയുടെ ജീവൻ അപകടത്തിലാണ്. ഇപ്പോൾ അവൾക്ക് പുതിയൊരു ശത്രു കൂടിയുണ്ട്, ആരവ് സിംഘാനിയ. അങ്കിളിന് അറിയാമായിരിക്കും. സിംഘാനിയ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ അർണവ് സിംഘാനിയയുടെ ഏക മകൻ. അയാളെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനായിരുന്നു. അന്നത്തെ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഞാൻ അവളെ അയാൾക്കാണ് കാഴ്ചവെച്ചത്. എന്നാൽ അവൾ അയാളുടെ തല തല്ലി പൊട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. അതിൻ്റെ പകയും പിന്നെ അവളോടുള്ള അടങ്ങാത്ത കാമവുമാണ് അവനിൽ. ഗിരിയേട്ടൻ ഇപ്പോൾ അയാളുമായിട്ടാണ് കൂട്ട്. നേരത്തെ അയാൾ ഫോണിൽ ആരവിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവളെ ഗിരിയേട്ടൻ്റെ ആളുകൾ സ്കെച്ചിട്ടെന്നും അധികം താമസിയാതെ അവളെ ആരവിന് കൈമാറാമെന്നും പറഞ്ഞു. അതുകൊണ്ട് അങ്കിൾ, നിങ്ങൾ പുറത്താണെങ്കിൽ തിരിച്ചു പോകാൻ നോക്ക്. ശരി അങ്കിൾ, സമയം കളയാതെ രക്ഷപ്പെടുത്തു അവളെ എന്നു പറഞ്ഞ് അമ്മു ഫോൺ കട്ട് ചെയ്തു. ഞാൻ കേട്ടതും അമ്മു പറഞ്ഞതും വെച്ച് നോക്കുമ്പോൾ ആ കാറാണ് അവർ സ്കെച്ച് ചെയ്തത്. അതാണ് ഞാൻ ആ കാറ് മനഃപൂർവ്വം കേടാക്കിയത്. എന്നിട്ട് നിങ്ങളെ സേഫായി എൻ്റെ കാറിൽ കയറ്റി വിട്ടത്. ഇത് കേട്ട് ആദ്യം ഞെട്ടി. അപ്പോൾ ഡാഡി മനഃപൂർവ്വം കാർ കേടാക്കിയതാണോ? ഇത്രയും അറിഞ്ഞിട്ടെന്താ അപ്പോൾ എന്നോടൊന്നും പറയാനേ എന്ന് ആദി ചോദിച്ചു. വർഷങ്ങൾക്ക് ശേഷം നിന്റെ മുഖത്ത് വിരിഞ്ഞ ആ ചിരിയും സന്തോഷവും കളയാൻ ഞാൻ ആഗ്രഹിച്ചില്ല. അതാണ് ഞാൻ അന്നൊന്നും പറയാനത്, ശങ്കർ പറഞ്ഞു. ശേഷം എന്തായി? മെക്കാനിക്ക് വന്ന് കാർ ശരിയാക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ പെട്രോൾ കുറവായിരുന്നു. പെട്രോൾ അടിക്കാൻ വണ്ടിയുമായി പോയപ്പോഴാണ് ആ അപകടം നടന്നത്. പിന്നെ മമ്മിയോടെന്തിനാ ആരെയോ കാണാനുണ്ടെന്ന് കള്ളം പറഞ്ഞു പോയത്? അത് മോനെ, എനിക്ക് പേടിയായിരുന്നു.
അഥവാ അവർ സ്കെച്ചിട്ടതുപോലെ എന്തെങ്കിലും സംഭവിച്ചാലോ എന്ന് പേടിച്ചിട്ടാ ഞാൻ അവളെ അവിടെ നിർത്തിയത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരു ലോറി നമ്മുടെ കാറിന് നേരെ വരുന്നത് കണ്ടതും എനിക്ക് കാര്യം മനസ്സിലായി. അതാ ഞാൻ കാറിൽ ഇടിക്കുന്നതിനു തൊട്ടു മുമ്പ് കാറിൽ നിന്നും ചാടിയത്. ആദിയുടെ വിഷമം കണ്ട് ശങ്കർ പറഞ്ഞു, സാരമില്ലടാ, ചെറിയ രീതിയിൽ ഒന്ന് പഞ്ചറായതല്ലേ ഉള്ളൂ. എനിക്ക് പകരം നിങ്ങൾ പോയ കാറായിരുന്നെങ്കിലോ? ഏതായാലും ഇതിൻ്റെ പേരിൽ എനിക്ക് കുറച്ചുനാൾ എൻ്റെ കൊച്ചുമക്കളുമായി കളിക്കാമല്ലോ എന്ന് ശങ്കർ ഒരു ചിരിയോടെ പറഞ്ഞു. ശേഷം അദ്ദേഹം ഗൗരവത്തിലായി. ആരവിനെ നിനക്കറിയാവല്ലോ, അവൻ നിന്റെയും ശത്രുവാണ്. ഗൗരിമോൾ നിന്റെ പെണ്ണാണ് എന്നറിഞ്ഞാൽ അവൻ്റെ പക കൂടത്തേ ഉള്ളൂ. നോ ഡാഡി, അവൻ ഇനി എഴുന്നേറ്റ് നടന്നാലല്ലേ അവന് ഞങ്ങളെ തൊടാൻ പറ്റൂ. ഇത് പറയുമ്പോൾ അവൻ്റെ പൂച്ചക്കണ്ണുകൾ രക്തവർണമായിരുന്നു. അവനിലെ ചെകുത്താൻ പകുതിയെ പുറത്തു വരുന്നതായി ശങ്കറിന് തോന്നി. അവനെ ശാന്തനാക്കാനായി ശങ്കർ പറഞ്ഞു, ഡാ, ജിത്തുവിനെ ഒന്ന് വീഡിയോ കോൾ ചെയ്യ്. എൻ്റെ കൊച്ചുമക്കളെ ഒന്ന് കാണട്ടെ. അവരെ ഒന്ന് കണ്ട് കൊതി തീർന്നില്ല. കുട്ടികളെക്കുറിച്ച് പറഞ്ഞത് കേട്ടതും അവൻ്റെ ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ശേഷം തൻ്റെ കുട്ടികളുമായുള്ള ആ സെൽഫി അവൻ ഡാഡിയെ കാണിച്ചു. ഡാ, നീ കണ്ണിൽ ലെൻസ് ഇടാതെയാണോ ഫോട്ടോ എടുത്തത്? അത് ഡാഡി, മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയതായിരുന്നു. എന്നിട്ട് ഗൗരിമോൾ നിന്നെ കണ്ടോ? ഇല്ല, അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ നിന്നും കോൾ വന്നിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുന്നു. ഇടയ്ക്ക് ജത്തു വരുമല്ലോ, അപ്പോൾ അവനെ കൊണ്ട് ലെൻസ് എടുപ്പിക്കാം. ശേഷം ജിത്തുവിനെ വിളിച്ചു. കുട്ടികളെ ചോദിച്ചപ്പോൾ അവർ ഉറക്കമാണ്, ഉണർന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു. ശേഷം ആദി ശങ്കറിൽ നിന്നും ഫോൺ വാങ്ങിക്കൊണ്ട് പുറത്തേക്ക് പോയി. ശങ്കറിന് മനസ്സിലായി എന്നിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ പറയാനുള്ള പോക്കാണെന്ന്. കാരണം അവർക്കിടയിൽ ഇതുവരെയും ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നെയും മഹിയെയും പോലെ ആദിയും ജിത്തുവും തമ്മിലുള്ള കൂട്ട് എന്നയാൾ ഓർത്തു. ജിത്തുവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം അവൻ മറ്റൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ സാർ. ഹാ പീറ്റർ, ആരവ് സിംഘാനിയ. അവൻ എവിടെ ഉണ്ടെങ്കിലും പൊക്കണം. എന്നിട്ട് അവനെ നമ്മുടെ ഗോഡൗണിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്തു ശങ്കറിൻ്റെ അടുത്തേക്ക് പോയി. അല്ല മോനെ, ആരവിനെ എന്തു ചെയ്യാനാ രണ്ടുപേരുടെയും പ്ലാൻ? അതൊന്നും ഇപ്പോൾ ഡാഡി അറിയണ്ട. ഡാഡി ഇവിടെ കിടന്ന് റെസ്റ്റ് ചെയ്യാൻ നോക്ക്. തുടരും.